Hi, hello, welcome back to my channel. I think more than 1 week or two എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. സോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എനിക്കറിയാം ബ്രില്യൻറ്റീസ് ഓക്കെ, ഞാൻ ബ്രില്യൻറ്റീസിൻ്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. ബാക്കി ഉള്ള ആൾക്കാരും നീറ്റ് പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും തല ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ലാണ്ട് വേറൊരു നിവൃത്തിയുമില്ല, അതങ്ങ് പുകയട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മാങ്ങയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. കുറച്ച് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് മറിയും അവിടെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി മാങ്ങ ഞാൻ ഭയങ്കര നേരിയതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ നോർമൽ ഉപ്പോ തേച്ച് പിടിപ്പിച്ച് വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ആ സീഡ് ഭാഗം ഉണ്ടല്ലോ, മാങ്ങേൻ്റെ ആ ഒരു ബാക്കി സീഡ് ഭാഗം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഒന്നും കളയൂല, എല്ലാം ഉപയോഗിക്കാൻ വിചാരിച്ചു. ഇതുപോലെ മാങ്ങ നേരിയതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മുളക് തേക്കില്ല, ഉപ്പ് മാത്രമേ തേക്കുള്ളൂ, തേച്ച് വെയിലിൽ നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ കിട്ടുന്ന ആ ഒരു സംഭവത്തിന് മാങ്ങപ്പുളി എന്ന് പറയും. നിങ്ങളവിടേക്ക് എന്താ പറയുക? അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മുറിച്ചിട്ട് ടെറസിലിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് ഉണങ്ങേണ്ട താമസം എല്ലാവരും എടുത്ത് തിന്നാൻ തുടങ്ങി. നന്നായിട്ട് ഉണങ്ങിയിട്ട് പോലും ഇല്ല, അത് രാവിലെ ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൈയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മനസ്സിലായി, ഓക്കെ എനിക്ക് കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി മുറിച്ച് ഉപ്പും തേച്ചിട്ട് ഉണങ്ങാൻ വെച്ച്. ഇതിനൊന്നും അത്ര ടൈമൊന്നും എടുക്കില്ല, ഒരു 5-10 മിനിറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ഓവർ നൈറ്റൊന്നും വെച്ചിട്ടില്ല. ഈ മാങ്ങ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനെ ഉണങ്ങാൻ വെച്ച അതായത് ഉണക്കിയെടുത്ത ഈ ഒരു മാങ്ങ നമുക്ക് എന്ത് ചെയ്യാം, അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉപ്പിലിടാം, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വെറുതെ കഴിക്കാൻ തന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ നോമ്പിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. ആരുമല്ല, പനി തന്നെയാണ്. അപ്പോൾ നല്ല തൊണ്ടവേദന പനിയൊക്കെ വന്നു. നല്ല രസമുണ്ട്, എന്താ ഞാൻ പറയുക. എൻജോയ് ചെയ്യുക, എല്ലാത്തിനും നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എവല്യൂഷൻ പഠിക്കാനിരുന്നു. എനിക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പെട്ടെന്ന് മറന്നു പോകും. മോളിക്കുലാർ ബേസിസ് പോലെ തന്നെ പെട്ടെന്ന് മറന്നു പോകുന്നൊരു ചാപ്റ്ററാണ് എവല്യൂഷൻ. എല്ലാവർക്കും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. എവല്യൂഷൻ കുറച്ചും കൂടെ NCERT വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഡീപ്പിലാണ് അതിലുള്ള ഓരോ പാരഗ്രാഫും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വായിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഷോർട്ട് നോട്ട്സ്, ലെക്ചർ നോട്ടൊക്കെ ഒന്ന് വായിച്ച് എൻ്റേതായ രീതിയിൽ ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ക്ലാസ്സും കേട്ട് ഒന്നുകൂടെ നോട്ട്സൊക്കെ റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ NCERT വായിക്കും. അല്ലാണ്ട് ഡയറക്റ്റ്ലി വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആ ഒരു ഭാഗമാണ്. പിന്നെ ഈ ഒരു എവല്യൂഷൻ ഹിസ്റ്ററി ഓഫ് വേർട്ടിബ്രേറ്റ്സ്, അത് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടാക്കുക, എന്നിട്ടത് പഠിക്കുക. പിന്നെ NCERT ഫിഗർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഡൈനോസേഴ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. പിന്നെ ആൻസെസ്റ്റർ പഠിക്കുക, കോമൺ ആൻസെസ്റ്റർ എന്തായാലും മനസ്സിലാക്കുക. പിന്നെ 22nd നടന്ന എക്സാം നല്ല ടഫായിരുന്നു. അഡ്വാൻസ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ അഡ്വാൻസ് ടഫായിരിക്കുമല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബയോളജി കുറച്ചും കൂടി ഈസി ആയിരുന്നു എനിക്ക്. ബട്ട് ഫിസിക്സ് എപ്പോഴത്തെ പോലെ തന്നെ അത്യാവശ്യം ഇൻഡയറക്റ്റായിട്ട് എനിക്ക് തോന്നിയതാണ്, എൻ്റെ അഭിപ്രായം മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ കെമിസ്ട്രി ഒരു മോഡറേറ്റ് ലെവലാണ് എനിക്ക് തോന്നിയത്. പനിയായി ഗൈസ്, തൊണ്ടയിൽ എന്തെല്ലോ ആകുന്നുണ്ട്.
പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.